ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 22-ന്റെ 29 മുതൽ 33 വരെ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും ആകുന്നു എന്നവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൂക്യരും പരീശന്മാരും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് 22-ാം വാക്യം വരെ നമ്മൾ വായിക്കുന്നത്. തുടർന്ന് 23-24 വാക്യങ്ങളിൽ പുനരുത്ഥാനത്തിൽ ഭർത്താവ് മരിച്ച സ്ത്രീ ആർക്ക് ഭാര്യയാകും എന്ന കുടുക്ക് ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുകയും അതിനെ ദൈവിക വചനാടിസ്ഥാനത്തിൽ കർത്താവ് മറുപടി നൽകുകയും ചെയ്തു. അവർക്ക് 2 തെറ്റുകളാണ് സംഭവിച്ചത്. ഒന്ന്, അവർ തിരുവെഴുത്ത് മനസ്സിലാക്കിയിട്ടില്ല. 2, ദൈവശക്തി അവരറിഞ്ഞിട്ടില്ല. മരണാനന്തരം വിവാഹം ആവശ്യമായിരിക്കുന്നില്ല, വിവാഹം ഈ ഭൂമിയിലാണ്. അവരുടെ വാദമുഖത്തെ കർത്താവ് ഇങ്ങനെ ഖണ്ഡിച്ചു കളഞ്ഞു. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലും സങ്കീർത്തനം 16-ലുമൊക്കെ ഇതിന് അനുബന്ധമായ വേദഭാഗങ്ങളുണ്ട്. മക്കളെ കൂടാതെ ഒരു പിതാവും പ്രജകളെ കൂടാതെ ഒരുവന് രാജാവുമായിരിക്കാൻ കഴിയാത്തതുപോലെ ജീവിക്കുന്ന ദൈവത്തിന് ജീവിക്കുന്നവരുടെ ദൈവമായിരിക്കാനേ കഴിയൂ. ദൈവശക്തി അവരറിയാതെ പോയി എന്ന് കർത്താവ് വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനെ കുടുക്കാനുള്ള ചോദ്യത്തിൽ അവർ കുടുങ്ങിപ്പോയി, അതായത് അവർ വിസ്മയിച്ചു പോയി എന്നാണ് 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു സാങ്കല്പികമായ സാഹചര്യമാണ് സദൂക്യർ ഉന്നയിക്കുന്നത്. ഭർത്തൃ സഹോദര ധർമ്മമനുസരിച്ച് 7 സഹോദരന്മാർ ആ സ്ത്രീയെ വിവാഹം ചെയ്തു. പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയായി തീരുമെന്നതാണ് ഇവരുന്നയിക്കുന്ന ഒരു ചോദ്യം. അതിനുള്ള മറുപടിയാണ് കർത്താവ് അവർക്ക് നൽകിയത്. ഒന്ന്, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. 2 എതിർവാദങ്ങളാണ് യേശു മുന്നോട്ട് വയ്ക്കുന്നത്. വേദഗ്രന്ഥം അറിയില്ല, ദൈവശക്തിയെക്കുറിച്ചും അറിയില്ല. ഈ 2 കാര്യങ്ങൾ നന്നായി അറിയാൻ ശ്രമിക്കാതെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ നമുക്ക് ദൈവാനുസൃതമായി മുൻപോട്ട് പോകുവാൻ വളരെ പ്രയാസമാണ്. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സദൂക്യർ അജ്ഞരാണെന്ന് കർത്താവ് പറയുന്നു. ഭൗമിക ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതികൾ വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് ആരോപിക്കുന്ന സദൂക്യർ വിശുദ്ധ ഗ്രന്ഥം ശരിക്കും പഠിച്ചിട്ടില്ല. അതായത് ഗ്രന്ഥവായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അവർക്ക് വളരെ തുച്ഛമാണ്. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ആത്മാവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഒട്ടും വിശ്വാസമില്ലാത്ത സദൂക്യർ ത്വാത്വികമായ ചോദ്യങ്ങളാണ് കർത്താവിൻ്റെ മുൻപാകെ ഉന്നയിക്കുന്നത്. കർത്താവ് അവരോട് പറയുന്നു, മരിച്ചവർ വിവാഹം കഴിക്കുന്നില്ല, സ്വർഗത്തിലെ മാലാഖമാരെ പോലെയാണ് മരിച്ചവർ. മരിച്ചവരിൽ നിന്നുള്ള ഉയിർപ്പിൻ്റെ സ്വഭാവം എന്തെന്ന് യേശു വെളിപ്പെടുത്തുന്നു. ഉത്ഥാനത്തെക്കുറിച്ച് പരീശന്മാരുടെ നിഗമനമാണ് ശരിയെന്ന് യേശു വ്യക്തമാക്കുകയും ചെയ്യുന്നു. യുഗാന്ത്യത്തിലെ ജീവിതം ഭൗമിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും.
ഏതുതരം ശരീരത്തോടുകൂടെയാണ് മരിച്ചവർ ഉയിർക്കപ്പെടുക എന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്കും ഒരു പുതിയ വെളിച്ചം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് വാദമുഖങ്ങളെ കർത്താവ് ഖണ്ഡിക്കുന്നതോടൊപ്പം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമെന്ന് ഈ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം മരിച്ചവരുടെ ദൈവമല്ല, പിന്നെയോ ജീവിക്കുന്നവരുടെ ദൈവമെന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന ശരിക്കും നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മരിച്ചുപോയവരുടെ പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പേരിൽ അറിയപ്പെടാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവമെന്ന് പറയാൻ, അല്ലെങ്കിൽ നമ്മളുടെ സമകാലികരായ ആളുകളുടെ ദൈവമെന്ന് പറയാൻ ഈ ദൈവം ധൈര്യപ്പെടുമോ എന്നതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നമുക്ക് തന്നെ ഒരു വിമർശനമായി ചിന്തിക്കേണ്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവമുള്ള ജീവിതമായി ഈ ഭൂമിയിൽ ജീവിച്ച് കാണിക്കാൻ സാധിക്കണം. എൻ്റെ ദൈവമെന്ന് പറയാൻ, ലജ്ജയില്ലാതെ പറയാൻ, ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപയും ബലവും ഊർജവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. സംഭവബഹുലമായ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവിനോടുകൂടെ ധൈര്യത്തിലും പ്രതീക്ഷയിലും പ്രത്യാശയിലും സത്യസന്ധതയിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളിലൂടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ സാക്ഷ്യമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി ഇന്ന് പകൽക്കാലം ഞങ്ങളെ മാറ്റണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.